ഹലോ ഡിയർ കേട്ടറ്റ് ആസ്പിരൻസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു അവധിക്കാലം വന്നെത്തിയല്ലേ. കേട്ടറ്റ് ആസ്പിരൻസിന് ഉപകാരപ്രദമായ ഒരു വെക്കേഷൻ സ്റ്റഡി പ്ലാൻ വീഡിയോയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ വെക്കേഷൻ സമയം നന്നായി പ്രിപ്പയർ ചെയ്യാനും വരുന്ന കേട്ടറ്റ് എക്സാമിൽ മികച്ച രീതിയിലുള്ള വിജയം കൈവരിക്കാനും എല്ലാവർക്കും സാധിക്കും. കേട്ടറ്റ് കാറ്റഗറി 4ൻ്റെ സിലബസിനെ സംബന്ധിച്ചിടത്തോളം പെഡഗോഗി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഗ്യാൻ നിർമ്മിതിവാദ് അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതുപോലെ ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ആങ്കൻ ഔർ മൂല്യാങ്കൻ, ഭാഷായി കൗശൽ, അതിൽ ശ്രവൺ, ഭാഷൺ, വാചൻ, ലേഖൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. भाषा का शिक्षण शास्त्र भाषार्जन प्रक्रिया, भाषा का नया परिप्रेक्ष्य, सैद्धांतिक आधार, सर्वभाषा व्याकरण, സാമാജിക് ജ്ഞാൻ നിർമ്മിതിവാദ, ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത എന്നീ ടോപ്പിക്കുകൾക്ക് 3 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 3 മാർക്കിനുള്ള ചോദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. നമ്മുടെ സിലബസിനെ നമുക്കൊരു 8 ആഴ്ചയായിട്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഒരു പെഡഗോഗി ഏരിയ. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരം തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പെഡഗോഗി ഏരിയയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാം. അതുപോലെ ഭാഷാർജൻ പ്രക്രിയ, ഭാഷാ का नया परिप्रेक्ष्य, സൈദ്ധാന്തിക് ആധാർ, സർവഭാഷാ വ്യാകരൺ, സാമാജിക് ജ്ഞാൻ നിർമ്മിതിവാദ, ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത തുടങ്ങിയ ടോപ്പിക്കുകൾക്ക് 3 മാർക്കാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിലബസിൽ കൂടുതൽ സ്കോർ കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സംശോധൻ പ്രക്രിയ, സ്വനിർദ്ധാരൺ 5 മാർക്കിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാചൻ, ലേഖ, ചിത്രീയ വാചൻ ഔർ ലേഖൻ, ജൈവിക് വാചൻ, ജൈവിക് ലേഖൻ, അത് 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സ്കോർ കൂടുതൽ വരുന്നൊരു ടോപ്പിക്കാണ് ഭാഷായി കൗശൽ, ശ്രവൺ, ഭാഷൺ, വാചൻ, ലേഖൻ, ആശയഗ്രഹൺ, സൃജനാത്മകത എന്ന് കൊടുത്തിട്ട് 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഷായി കൗശൽ നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ഒരു പെഡഗോഗി ഏരിയയിൽ ഈ ഒരു ടോപ്പിക്കുകൾ, ഈ സ്കോർ കൂടുതൽ വരുന്ന ടോപ്പിക്കുകൾ മസ്റ്റായിട്ടും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സിലബസിൽ ഹിന്ദി ഭാഷ ഔർ ലിപിയായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദിക്ക് പ്രമുഖ ബോലിയാം, അതിൽ ബ്രജ്, അവധി, ഖടി ബോലി എന്നീ ബോലികൾ മസ്റ്റായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ദേവനാഗരി ലിപിയും ഈ ഒരു ഭാഷ ഔർ ലിപി എന്ന് പറയുന്ന കണ്ടന്റിനകത്താണ് വരുന്നത്. അപ്പോൾ ദേവനാഗരി ലിപിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിരന്തരം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 മാർക്ക് വീതമാണ് ഈ 2 ടോപ്പിക്കുകൾക്കും ഉള്ളത്. ഈ ഒരു ടോപ്പിക്ക് മസ്റ്റായിട്ടും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് വീക്കിലാണ് നമ്മൾ ഈ ഹിന്ദി ഭാഷ ഒരു ലിപിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അത് വളരെ കുറച്ച് ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി സാഹിത്യക ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട് വീർ ഗാഥാകാൽ, അതിനകത്ത് ചന്ദ് ബർദായി അദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജ് രാസോ എന്ന കൃതി, അതുപോലെ തന്നെ ഭക്തികാലത്തിലെ നിർഗുൺ കാവ്യധാര, അതിൽ കബീർദാസ്, സഗുൺ കാവ്യധാര, അതിൽ സൂർദാസ്, തുളസിദാസ് അവരുടെ പ്രധാനപ്പെട്ട രചനകൾ, അതുപോലെ തന്നെ രീതികാലിലെ ബിഹാരി ലാൽ, ഇത്രയും ടോപ്പിക്കുകളും കൂടി നമുക്ക് ഈ ഒരു 2ാമത്തെ ആഴ്ചയിൽ കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഈ വീർ ഗാഥാകാല്, അതുപോലെ തന്നെ പൃഥ്വിരാജ് രാസോ, ചന്ദ് ബർദായി, അതിന് 1 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭക്തികാല്, അതിൽ നിർഗുൺ കാവ്യധാര, കബീർദാസ് 1 മാർക്ക്, സഗുൺ കാവ്യധാര, സൂർദാസ്, തുളസിദാസ് की प्रमुख रचनाएं, സൂർദാസ് ഔർ തുളസിദാസ് की प्रमुख रचनाएं, അത് 2 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രീതികാലിലെ ബിഹാരി ലാൽ, അത് 1 മാർക്ക്. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് സെക്കൻഡ് വീക്കിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. 3ാമത്തെ ആഴ്ചയിൽ നമ്മൾ ദ്വിവേദി യുഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദ്വിവേദി യുഗിൽ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്രവാസ് എന്ന രചന, അതുപോലെ തന്നെ മൈഥിലി ശരൺഗുപ്തൻ്റെ പഞ്ചവടി എന്ന രചന, ഈ 2 ടോപ്പിക്കുകൾ 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയെന്നാണ് നമുക്ക് സിലബസ് പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രചനകൾ, അതുപോലെ തന്നെ രചനാകാരന്മാരെ മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഛായാവാദിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയശങ്കർ പ്രസാദിൻ്റെ ആൻസു, സുമിത്രാനന്ദൻ പന്തിൻ്റെ പ്രഥം രശ്മി, സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ ജുഹി കി കലി, മഹാദേവി വർമ്മയുടെ മേരെ ദീപക് എന്നീ രചനകളാണ് ഛായാവാദ യുഗിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ട് സിലബസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദൻ പന്ത്,
സൂര്യകാന്ത് ത്രിപാഠി, നിരാല, മഹാദേവി വർമ്മ എന്നിവർ ഛായാവാദിക്ക് 4 സ്തംഭ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ 4 രചനാകാരന്മാരെ പറ്റിയും നമുക്ക് അവരുടെ രചനകളെ പറ്റിയും അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൻസു, പ്രഥം രശ്മി, ജുഹിക്കി കലി, മേരെ ദീപക തുടങ്ങിയ രചനകൾ, അതിൻ്റെ പ്രതിപാദ്യ വിഷയം, അതുപോലെ തന്നെ അതിൽ പ്രകാശൻ വർഷ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. 5 മാർക്കാണ് ഈ ഒരു ഛായാവാദിന് സിലബസ് പ്രകാരം നൽകിയിട്ടുള്ളത്. 4ാമത്തെ ആഴ്ചയിൽ പ്രഗതിവാദ, പ്രയോഗവാദ, സമകാലീൻ കവിത തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. 2 മാർക്ക് വീതമാണ് ഈ ഒരു ടോപ്പിക്കുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രഗതിവാദിൽ നാഗാർജുൻ്റെ കാളിദാസ് എന്ന രചന, പ്രയോഗവാദിൽ അഗ്യയിൻ്റെ നദീ കെ ദ്വീപ്, സമകാലീൻ കവിതയിൽ കുമാർ അംബുജിൻ്റെ ഏക് ആദ്മി ജംഗൽ മേം എന്നീ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാഗാർജുൻ്റെ അസലി നാമ് മിക്ക പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അഗ്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ താർ സപ്തക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. രചനകൾ പഠിക്കുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സിനെയും പ്രതിപാദ്യ വിഷയം, പബ്ലിഷിംഗ് ഇയറൊക്കെ ചേർത്ത് ഉൾപ്പെടുത്തി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ ആഴ്ചയിൽ നമുക്ക് സമകാലീൻ കവിത നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ സമകാലീൻ നാടക, ഉപന്യാസ, കഹാനി, രേഖാചിത്ര, ആത്മകഥ എന്നീ വിഭാഗങ്ങളിൽ ഏതൊക്കെ രചനകളാണ് സിലബസ് പ്രകാരം നോക്കേണ്ടതെന്ന് നോക്കി പഠിക്കുക. അപ്പോൾ അതിനകത്ത് നാടകത്തിൽ ജയശങ്കർ പ്രസാദിൻ്റെ സ്കന്ദഗുപ്ത്, മോഹൻ രാകേഷിൻ്റെ ആഷാഢ് കാ ഏക് ദിൻ എന്നീ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിക്കവാറും പരീക്ഷകളിൽ ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ ഉപന്യാസിൽ പ്രേംചന്ദിൻ്റെ നിർമ്മല, അതുപോലെ തന്നെ മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി, ഈ 2 ടോപ്പിക്കുകളും മിക്ക പരീക്ഷകളിലും ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. ഇവയ്ക്കൊക്കെ 2 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആപ്കാ ബണ്ടിയിലെ ക്യാരക്ടർ, അതുപോലെ തന്നെ പ്രതിപാദ്യ വിഷയം, അതിൽ ബണ്ടി കോൻ ഹെ, അതുപോലെ തന്നെ ബണ്ടി കാ മാം ശകുൻ, ക്യാ കാം കർത്തേ ധേ തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കുക, ആ രചനകൾ പഠിക്കുക. ഉപന്യാസമാണ് നിർമ്മലയിലെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കഹാനിയായിട്ട് വരുന്ന പ്രേംചന്ദിൻ്റെ പൂസ് കി രാത്ത് അത് പഠിക്കുക. യശ്പാലിൻ്റെ ദുഃഖ്, അതിലെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട്. ഉഷാ പ്രിയംവദയുടെ വാപ്പസിയിലെയും ക്യാരക്ടേഴ്സിനെയും പ്രതിപാദ്യ വിഷയവും ഒക്കെ ക്വസ്റ്റ്യൻസായിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ അതിൽ വാപ്പസി, ദുഃഖ്, പൂസ് കി രാത്ത തുടങ്ങിയ ടോപ്പിക്കുകൾക്ക് 1 മാർക്ക് വീതവും ബാക്കിയുള്ളവയ്ക്ക് 2 മാർക്ക് വീതമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രേഖാചിത്രം നോക്കിക്കഴിഞ്ഞാൽ മഹാദേവി വർമ്മയുടെ ഗില്ലു, അതിന് 2 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആത്മകഥയിൽ ഹരിവംശറായ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതിന് 1 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഹരിവംശറായ് ബച്ചനെക്കുറിച്ചും മഹാദേവി വർമ്മയെക്കുറിച്ചും പ്രേംചന്ദിനെക്കുറിച്ചും യശ്പാലിനെക്കുറിച്ചും ഉഷാ പ്രിയംവദയെക്കുറിച്ചും മന്നു ഭണ്ഡാരിയെക്കുറിച്ചും പ്രേംചന്ദിനെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ 5ാമത്തെ ആഴ്ചയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ രചനകൾ പഠിക്കണം. അത് ഏത് വിധയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി 6ാമത്തെ ആഴ്ചയിൽ നമുക്ക് പ്രയോജൻമൂലക് ഹിന്ദി, അതിലെ രാഷ്ട്രഭാഷ और രാജഭാഷ, അതുപോലെ തന്നെ പാരിഭാഷിക് ശബ്ദാവലി. രാഷ്ട്രഭാഷ और രാജഭാഷ 3 മാർക്കിനും പാരിഭാഷിക് ശബ്ദാവലി 2 മാർക്കിനുമാണ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ മുഹാവരെ ഏവം ലോകോക്തിയാം കൂടി പഠിക്കാം. അതിൽ മുഹാവരയ്ക്കും ലോകോക്തിക്കും 1 മാർക്കാണ്. മുഹാവരകളും ലോകോക്തികളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്ക് ഈ ഒരു 6ാമത്തെ ആഴ്ചയിൽ നോക്കി വെക്കാം. ഇനി 7ാമത്തെ ആഴ്ചയിൽ നമ്മൾ നോക്കുന്നത് വ്യാകരണം അഥവാ ഗ്രാമർ ഭാഗമാണ്. നമുക്കറിയാം ഗ്രാമർ ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ വർണ്ണവിചാർ 1 മാർക്ക്, സംജ്ഞ 2 മാർക്ക്, സർവനാം 2 മാർക്ക്, വിശേഷൻ 2 മാർക്ക്, ക്രിയ 4 മാർക്ക്, കാരക് 2 മാർക്ക്, ഉപസർഗ പ്രത്യയ 1 മാർക്ക്, വാച്യ 2 മാർക്ക് എന്നീ രീതിക്കാണ് വ്യാകരണ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സംജ്ഞയും സർവനാമം വിശേഷനും ക്രിയയും കാരകും ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ക്വസ്റ്റ്യൻസ് വീതം നിരന്തരം നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 7ാമത്തെ ആഴ്ച ഗ്രാമർ ഭാഗത്ത് നിന്ന് എക്സാമ്പിൾ സഹിതം നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എക്സാമ്പിൾ സഹിതം പഠിച്ച് ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഒരു ഉദാഹരണ സഹിതം ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
എട്ടാമത്തെ ആഴ്ച നമുക്ക് റിവിഷനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൽ വളരെ നമുക്ക് അത് എഫക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊന്ന് സ്വയം വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ സ്വയം ഒന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ ഒരു റിവിഷൻ ടൈം നമുക്ക് ഉപകരിക്കും. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മളത് ഷോർട്ട് നോട്ട് ചെയ്തൊരു ബുക്കിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിവിഷൻ ടൈമിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ അത്തരത്തിലൊരു റിവിഷനും അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യലും ഒക്കെ ആയിട്ട് നമുക്ക് എട്ടാമത്തെ ആഴ്ചയോട് കൂടി നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടോസ് അക്കാഡമിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കേട്ടറ്റ്, സി-ടെറ്റ്, സെറ്റ്, നെറ്റ്, HSA, HSST, BHSC, LP, UP, PSC തുടങ്ങിയ എലിജിബിലിറ്റി ടെസ്റ്റുകളിലേക്കുള്ള കോച്ചിങ് നൽകി വരുന്ന ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സബ്ജക്റ്റിലും കേട്ടറ്റിൻ്റെ ക്ലാസ് നമുക്ക് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. കാറ്റഗറി 1, 2, 3 and 4 എല്ലാ കാറ്റഗറിയിലും തന്നെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മർ സ്പെഷ്യൽ ബാച്ച് നമ്മുടെ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ ലെക്ചേഴ്സ്, നോട്ട്സ്, ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തവണത്തെയും കേട്ടറ്റ് പരീക്ഷയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സമ്മർ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അക്കാഡമിയുടെ നമ്പരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. കേട്ടറ്റ് പലതവണ എഴുതി മടുത്തവർക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കും ടോസ് അക്കാഡമി. കേട്ടറ്റ് പരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യാനും അതുപോലെ തന്നെ കേട്ടറ്റ് ഇല്ലാതെ അധ്യാപകരായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ജോലിയിൽ തുടരാനും കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ പഠനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക, കേട്ടറ്റ് നേടിയെടുക്കുക. അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കേട്ടറ്റ് നേടിയെടുത്ത് അടുത്ത ഒരു അധ്യയന വർഷത്തിൽ അധ്യാപകരാകാനും, അതുപോലെ തന്നെ അധ്യയന വർഷത്തിൽ അധ്യാപകരായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് തങ്ങളുടെ ജോലിയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനും, അല്ലെങ്കിൽ ആ ഒരു ജോലി നഷ്ടപ്പെടുമെന്നോർത്ത് ഭയപ്പെടാതെ കേട്ടറ്റ് നേടിക്കൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഠനത്തിനായിട്ട് ഇനിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.